ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടും. വിജയം നേടാൻ എന്താണ് ആവശ്യം? സ്മാർട്ട് വർക്കോ അതോ ഹാർഡ് വർക്കോ? ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എല്ലാ ആളുകൾക്കും ആവശ്യമുള്ളതാണ്. സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, സ്മാർട്ട് വർക്ക് എവിടെയാണ് ചെയ്യേണ്ടത്, ഹാർഡ് വർക്ക് എവിടെയാണ് ചെയ്യേണ്ടത്, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്ന് വരെ നിങ്ങൾക്ക് ആർക്കും അറിയാതിരുന്ന അല്ലെങ്കിൽ ആരും പറഞ്ഞു തരാതിരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനം ആവശ്യമാണെന്ന് ഒരുപാട് പേര് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇവിടെ ശരിയായ ചോദ്യം എന്തെന്നാൽ, വിജയിക്കാൻ ഹാർഡ് വർക്ക് ആണോ ചെയ്യേണ്ടത് അതോ സ്മാർട്ട് വർക്ക് ആണോ ചെയ്യേണ്ടത്? എല്ലാ മഹത് വ്യക്തികളും വിജയിക്കാനായി കഠിനാധ്വാനം ചെയ്തിരുന്നു എന്ന കാര്യം നിഷേധിക്കാനാവില്ല. ഇത് സ്ഥാപിക്കുന്നത് ഹാർഡ് വർക്ക് വിജയത്തിനായി ആവശ്യമാണെന്നാണ്. എന്നാൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും കൺസ്ട്രക്ഷൻ വർക്കേഴ്സും ഒന്നും എന്താ കഠിനാധ്വാനമല്ലേ ചെയ്യുന്നത്? കത്തുന്ന വെയിലത്ത് വരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരുണ്ട്. എങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവരെ ആളുകൾ സക്സസ്ഫുൾ എന്ന് വിശേഷിപ്പിക്കാത്തത്? ചില സ്റ്റുഡൻസ് നല്ല മാർക്ക് മേടിക്കാനായി 12 മണിക്കൂറും 16 മണിക്കൂറും ഒക്കെ പഠിക്കും. എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് മേടിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടും. ആ സ്ഥാനത്ത് മറ്റൊരു വിദ്യാർത്ഥി ആവട്ടെ അത്രയും നേരം പഠിക്കില്ല, മറിച്ച് വളരെ കുറച്ച് നേരം കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രം പഠിക്കും. ഇത് കാരണം അവർ കുറച്ച് സമയത്തിൽ വളരെ വേഗത്തിൽ തന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ പഠിച്ച് അത്യാവശ്യം മോശമല്ലാത്ത മാർക്കും മേടിക്കും. അങ്ങനെ അവർക്ക് അവരുടെ ഹോബികളിലും ചെലവഴിക്കാൻ സമയം ലഭിക്കും. സ്മാർട്ട് വർക്ക് വേഴ്സസ് ഹാർഡ് വർക്ക്. ഏതൊരു ഫീൽഡിലും സക്സസ്ഫുൾ ആവാനായിട്ട് ഹാർഡ് വർക്ക് അഥവാ കഠിനാധ്വാനം ചെയ്താൽ മതിയാകും. ചിലർ ചിന്തിക്കുന്നത് മറ്റെല്ലാം ഉപേക്ഷിച്ചിട്ട് അവരുടെ ഗോൾസിലേക്ക് മാത്രം ശ്രദ്ധ നൽകണമെന്നാണ്. ഒരു പരിധി വരെ ഇത് ശരിയുമാണ്. പക്ഷെ ഓർക്കേണ്ടത് എന്തെന്നാൽ, സ്മാർട്ട് വർക്ക് ചെയ്തുകൊണ്ട് എന്ത് കാര്യവും വളരെ കുറച്ച് സമയത്തിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. ഹാർഡ് വർക്ക് എന്താണ്? എന്തു കാര്യത്തിലും വിജയം കൈവരിക്കാനായി, എന്തു കാര്യവും സത്യമാക്കാനായിട്ട് പ്രയത്നിക്കുന്നതിനെയാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. ഒരു വിദ്യാർത്ഥി കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ട് നല്ല മാർക്ക് നേടുകയാണെങ്കിൽ അത് അവന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ഏത് ഫീൽഡിലാണെങ്കിലും ഹാർഡ് വർക്ക് സക്സസിന് മുൻപേ വന്നിരിക്കേണ്ടതാണ്. ഹാർഡ് വർക്ക് സക്സസ് നേടിയെടുക്കാനായി നൽകേണ്ട വിലയാണ്. ആ വില നൽകാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും. സ്മാർട്ട് വർക്ക് എന്താണ്? സ്മാർട്ട് വർക്ക് ഒരിക്കലും ഹാർഡ് വർക്കിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. എന്ന് വെച്ചാൽ കുറച്ചു പേര് ചിന്തിക്കുന്നത് സ്മാർട്ട് വർക്ക് ചെയ്താൽ മതി, കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലെന്നാണ്. സ്മാർട്ട് വർക്കിന്റെ അർത്ഥം എന്തെന്നാൽ, നിങ്ങളുടെ ബുദ്ധിക്ഷമത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അധ്വാനിക്കുക. നിങ്ങളുടെ ബുദ്ധിയും ഹാർഡ് വർക്കും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഏറ്റവും വേഗം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കുക. എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് പ്ലസ് ഇന്റലിജൻസ് ഈക്വൽ ടു സക്സസ്. ഹാർഡ് വർക്കിന്റെ കൂടെ സ്മാർട്ട് വർക്ക് എങ്ങനെ ചെയ്യാം? ഒരു തൊഴിലാളി പാറ പൊട്ടിച്ച് അത് വിൽക്കുന്നു. വളരെ അധ്വാനം ആവശ്യമായ ഒരു ജോലിയാണ്. ഇത്രയും കഠിനാധ്വാനം ചെയ്തതിനു ശേഷവും വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം തന്റെ കുടുംബം മുന്നോട്ട് നയിക്കുന്നത്. അതേ കല്ലിനെ ഒരു ശില്പി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കും. എന്നിട്ട് അതിൽ നിന്നും ശില്പങ്ങൾ ഉണ്ടാക്കി വിൽക്കും. തൊഴിലാളിയെ അപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ അധ്വാനം കുറവായിരിക്കും. കുറച്ചു സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും. അതുപോലെ ആ തൊഴിലാളിയേക്കാൾ ഒരുപാട് പണം സമ്പാദിക്കുന്നുമുണ്ട്. മൂന്നാമതായി, മറ്റൊരാള് ആ ശില്പം വാങ്ങി അതിന് നിറം നൽകി അതിനാവശ്യമായ കൊത്തുപണികളൊക്കെ ചെയ്തിട്ട് വിൽക്കും. ശില്പിയെ അപേക്ഷിച്ച് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ കുറച്ച് സമയത്തിൽ ചെയ്തു തീർക്കും. ശില്പിയേക്കാൾ കൂടുതൽ പണവും സമ്പാദിക്കും. നാലാമതായി, ഒരു വ്യാപാരി അതേപോലുള്ള ഒരുപാട് ശില്പങ്ങൾ വാങ്ങിയിട്ട് അതെല്ലാം വിൽക്കും. ഉറപ്പായും അദ്ദേഹത്തിന് മറ്റു 3 പേരെക്കാളും കുറവ് പ്രയത്നത്തിൽ അവരെക്കാളും കൂടുതൽ പണം സമ്പാദിക്കും. എന്ന് വെച്ചാൽ അധ്വാനിക്കാതെ ഒന്നും നേടാൻ സാധിക്കില്ല. പക്ഷെ അധ്വാനത്തിന്റെ കൂടെ ഇന്റലിജൻസും ഉപയോഗപ്പെടുത്തണം. ക്രിയേറ്റിവിറ്റി ഉപയോഗപ്പെടുത്തുന്ന എന്ത് കാര്യവും കുറവ് സമയത്തിൽ കൂടുതൽ ലാഭത്തിൽ, അതായത് കൂടുതൽ ബെനഫിറ്റ് കിട്ടുന്ന രീതിയിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. സ്മാർട്ട് വർക്കിനെ ഒരിക്കലും ഹാർഡ് വർക്കിൽ നിന്നും വ്യത്യാസപ്പെടുത്താൻ സാധിക്കില്ല. എന്നാൽ സ്മാർട്ട് വർക്ക് നിങ്ങളുടെ ഹാർഡ് വർക്കിനെ ഒരുപാട് മടങ്ങ് ഇരട്ടിയാക്കാൻ സഹായിക്കും. കുറച്ചുപേര് ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടും സക്സസ്ഫുൾ ആവുന്നില്ല എന്നത് ഒരു കൈപ്പേറിയ സത്യമാണ്. മറ്റു ചിലരാവട്ടെ കുറച്ച് അധ്വാനത്തിലൂടെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സക്സസ്ഫുൾ ആവുകയും ചെയ്യും. എന്ന് വെച്ചാൽ അധ്വാനിക്കുന്നവരെ സക്സസ്ഫുൾ ആകാൻ സഹായിക്കുന്നത് സ്മാർട്ട് വർക്കാണ്. അതാണ് ഏറ്റവും വലിയ വ്യത്യാസവും. നിങ്ങൾ ഹാർഡ് വർക്കിന്റെ കൂടെ സ്മാർട്ട് വർക്കും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിജയിക്കുന്നതിൽ നിന്നും ആർക്കും തടയാൻ സാധിക്കില്ല. കുറച്ച് സ്മാർട്ട് വർക്ക് നമ്മൾ പഠിച്ചു ചെയ്യേണ്ടതാണ്. ചിലര് സ്മാർട്ട് വർക്കിനെ അലസതയായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. ബുദ്ധിശക്തിയെ ബഹുമാനിക്കുന്ന ഒരു സർഗാത്മക സമൂഹത്തിൽ ശാരീരിക ജോലികൾക്ക് വളരെ കുറച്ച് വില മാത്രമേ ലഭിക്കുകയുള്ളൂ. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി കൊണ്ട് ജയിക്കാൻ കഴിയില്ല, മറിച്ച് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് മാത്രമേ ജയിക്കാൻ സാധിക്കൂ. നിങ്ങൾ ഹാർഡ് വർക്കിന്റെ കൂടെ സ്മാർട്ട് വർക്കും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കുക മാത്രമായിരിക്കില്ല ചെയ്യുന്നത്, മറിച്ച് നിങ്ങൾ പോലും ഉദ്ദേശിക്കാത്ത അത്ര ഉയർന്ന തലങ്ങളിലേക്ക് എത്താൻ സാധിക്കും.
അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും ഒരു മികച്ച ജീവിതം നൽകാൻ സാധിക്കും.